നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇന്ന് AKG സെന്ററിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് കാണേണ്ട ഒരു ദിവസം തന്നെയാണ്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന്, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടം തകർന്ന് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെയും ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെയും ഒക്കെ ഇല്ലാത്ത പെരുന്നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ പേരിൽ മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് സർക്കാരിനെതിരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയൊക്കെ പെരുന്നുണ പൊളിച്ചടക്കി നല്ല ഗംഭീരമായിട്ട് എല്ലാം വിശദീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ഇടയായത്. എന്തായാലും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ നുണ പറയുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിരോധം അത് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടും പാർട്ടിക്കും സർക്കാരിനും നല്ലതാണ്. സത്യം ജനങ്ങളിലേക്ക് എത്താനും അത് ഏറെ ഉപകരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നമുക്ക് MV ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണം ഒന്ന് കാണാം. UDF-ഉം ചില മാധ്യമങ്ങളും ചേർന്ന് അതിശക്തിയായ രീതിയിലുള്ളൊരു പ്രചരണ കൊടുങ്കാറ്റ് തന്നെ ലോകോത്തരമായിട്ട് വളർന്ന് വികസിച്ച നമ്മുടെ ജനകീയാരോഗ്യ പ്രസ്ഥാനത്തിന് നേരെ ഇപ്പോഴും വന്നിട്ടുള്ളത്. പൊതു ആരോഗ്യരംഗം ഇത്തരത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ അതിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിൽ സ്വകാര്യ കച്ചവടക്കാർക്ക് വളരെ സഹായകരമായ സമീപനം. കാരണം മുമ്പ് UDF താഴെത്തരത്തിലുള്ള എല്ലാ ആശുപത്രികളെയും സ്വകാര്യവൽക്കരിക്കാൻ ബോധപൂർവമായ നിലപാടുകൾ സ്വീകരിച്ചതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വകാര്യവൽക്കരണത്തെ എതിർത്തുകൊണ്ടാണ് സ്വീകാര്യമായ രീതിയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലും അവരുടെ പ്രശംസ പിടിച്ചു പറ്റത്തക്ക രീതിയിലും കേരളം മുന്നേറിയിട്ടുള്ളത്. അതിനെ മായ്ക്കാൻ, അതിനെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ ഒരു ബോധം രൂപപ്പെടുത്താൻ ഈ സ്വകാര്യ മേഖലയുടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനാവാത്ത പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വകാര്യ മേഖലകൾക്ക് വേണ്ടിയുള്ള അതിശക്തിയായ പ്രചാരവേല പൊതു ആരോഗ്യ രംഗത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് നടത്തുന്നവർ ഗൗരവപൂർവ്വം ആലോചിക്കണം. ഇത് വലിയ ജനദ്രോഹകരമായ ഒരു നിലപാടാണ് എന്നും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ മേഖല മുഴുവൻ പിടിമുറുക്കുന്നതിന് വിദേശ മൂലധന ശക്തികൾ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെയെല്ലാം താല്പര്യം കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ശക്തി കുറക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് പ്രചാരവേല നയിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കുകൾ തുറന്ന് പറയാനും അത് ജനങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കാനും മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലക്കെതിരായി നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ ആവശ്യത കൂടി ഉണ്ട് എന്ന കാര്യവും തിരിച്ചറിയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കോട്ടയത്ത് നടന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ശുചിമുറി കോംപ്ലക്സ് ഒരു ഭാഗം അപകടത്തിൽപ്പെട്ട് അത് തകർന്നു വീണ്
2 പേർക്ക് പരിക്ക് പറ്റുകയും ഒരു രോഗിയുടെ അമ്മ മരണപ്പെട്ടു എന്ന സംഭവം വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. വലിയ രീതിയിൽ ഗവൺമെൻറ്റിനെതിരായി UDFും അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനേക്കാൾ ശക്തിയായിട്ട് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും വസ്തുതകളായി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മരണപ്പെട്ടുപോയ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖം നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്ത് ആശ്വാസ നടപടികളിലേക്ക് പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒറ്റപ്പെട്ട നിലയിലല്ല, കഴിഞ്ഞ മാസം മന്ത്രിതലത്തിൽ ചേർന്ന ഒരു യോഗം ബലക്ഷയ പ്രശ്നം പൊതുവെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല, അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ആ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ബലക്ഷയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 564 കോടി രൂപയുടെ പദ്ധതി കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ അവിടെ നടപ്പിലാക്കിയത്. ഈ 564 കോടി രൂപയുടെ അതിബൃഹത്തായ കെട്ടിട സമുച്ചയവും സൗകര്യവും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ ബ്ലോക്കിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇതിനു പുറമെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണവും നടന്നു വരികയാണ്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടായ ഈ അപകടം ആ സമയം മുതൽ രക്ഷാപ്രവർത്തനവുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു എന്ന് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രചാരവേല മന്ത്രിമാർക്കെതിരായി, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും കോട്ടയത്തുകാരൻ കൂടിയായ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വാസവനുമെതിരായി ഇപ്പോൾ കെട്ടിച്ചമച്ച പ്രചാരവേലയിലൂടെ വലിയ സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കനകുരു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അവർ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് 10:50 സൂപ്രണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 11:15 മന്ത്രിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ എത്തി. ഫയർഫോഴ്സ് എത്തി. ഈ തറയുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിച്ചപ്പോൾ
അവിടെ അത്യാവശ്യം വേണ്ട JCB ആ ഇടിഞ്ഞു പിളർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അവസ്ഥ വന്നു. പിന്നീട് വഴിയിലുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആദ്യം ഹിറ്റാച്ചിയും പിന്നീട് JCBയും അവിടെ എത്തിയത്. ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പ്രതിപക്ഷ നേതാവും മറ്റ് ചില നേതാക്കളും പറയുന്നത് പോലെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടേയില്ല. രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. JCB എത്തിക്കുന്നതിന് തടസ്സമായത് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ്. ആ വഴി വലിയ ഇരുമ്പ് ദണ്ടുൾപ്പെടെ വെച്ച് മറച്ചതായിരുന്നു. അത് കട്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഹിറ്റാച്ചിയും അതുപോലെ JCB ഉള്ളിലേക്ക് പ്രവേശിച്ചത്. സ്വാഭാവികമായിട്ടും ഈ അവശിഷ്ടത്തിനിടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നീക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതെല്ലാവർക്കും അറിയുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രക്രിയയിലേക്ക് പോയി അവിടെയാണ് സ്ത്രീ അതിൻ്റെ ഇടയിൽ പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. സ്ത്രീയുടെ ഭർത്താവ് തന്നെ ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ഈ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടായി എന്ന് അവർ പോലും ആരോപണമായിട്ട് ഗവൺമെൻറ്റിനെതിരെ ഉന്നയിക്കുന്നില്ല. അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാൻ JCBക്കും അതുപോലെ തന്നെ ഹിറ്റാച്ചിക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പ്രയാസമുണ്ടാകും എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അത് മറികടന്നുകൊണ്ടാണ് പിന്നീട് അത് മാറ്റിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് അവരെത്തിയത് എന്ന കാര്യവും അവർ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജനങ്ങളിൽ കാലുഷ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചാരവേല നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവും. പിന്നീട് അപകടം സംഭവിച്ച് അവിടെ എത്തിയപ്പോൾ ആ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ, അതായത് പത്രപ്രവർത്തകർ അവിടെയുണ്ട്, അവരോടൊപ്പമാണ് മന്ത്രിമാരെത്തുന്നത്. മന്ത്രിമാരോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ആദ്യത്തെ ഇൻഫർമേഷനാണ് അവർ പറഞ്ഞത്, ഒരു കുട്ടിക്കും മറ്റൊരു ജീവനക്കാരനുമാണ് പരിക്ക്. അപ്പോഴതാണ് അവരുടെ മുമ്പിലുള്ളത്. ആവശ്യമായ രീതിയിലുള്ള പരിശോധന, അവിടെയുള്ള ദുരിതാശ്വാസം ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് പറഞ്ഞതല്ല. അപ്പോൾ ഒരു സമയത്തും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരുന്നില്ല. JCBയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിറ്റാച്ചിയും എത്തിക്കാൻ വഴിയിൽ തടസ്സമുണ്ടായിരുന്നത് നീക്കുകയായിരുന്നു അപ്പോഴെല്ലാം ചെയ്തത്. 10-15 മിനിറ്റ് അങ്ങനെയാണ് ചിലവഴിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ താമസം, അവിടെ എത്തിക്കാനുള്ള താമസം ഉണ്ടായത്. അതിനെ പർവ്വതീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം യഥാർത്ഥത്തിൽ നടത്തുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധപൂർവമായ ആസൂത്രിതമായ പ്രചരണത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. അത് യഥാർത്ഥത്തിൽ നമുക്കാർക്കും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമല്ല, ഒരു സന്ദർഭത്തിലും ആരോഗ്യകരമായ രീതി ഉണ്ടാവുന്നില്ല. ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ജനങ്ങളെ ശരിയായ രീതിയിൽ ആ കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്.